ഫ്രണ്ട്സ്, ട്രൂ കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചിക്കൻ കൊണ്ട് ഒരു വിഭവം ഉണ്ടാക്കാൻ പോവാണ്. നമുക്ക് അതിന് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ഇവിടെ ഒരു 1/2 കിലോ ചിക്കൻ വെച്ചിട്ടുണ്ട്. കുറച്ച് ഡേറ്റ്സ്, ഒരു 6 പീസ് ഡേറ്റ്സ് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പുണ്ട്, കുരുമുളക് പൊടിയാണ്, ഒരു സവാളയുണ്ട്, ഒരു ചെറിയ 2 തക്കാളിയുണ്ട്, ഒരു 5 പീസ് വെളുത്തുള്ളി, ഒരു നല്ലൊരു കഷ്ണം ഇഞ്ചി, ഒരു 4 പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, ഇത്രയുണ്ട്. ഇനി ബാക്കി സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇത്ര നമുക്ക് ആദ്യം കാണാം. ഇനി ഇതുകൊണ്ട് എന്താ നമ്മൾ ചെയ്യേണ്ടത് കാണണ്ടേ? ഓക്കെ, വരും. ഞാൻ കണ്ട അതിലോട്ടൊരൽപ്പം മഞ്ഞൾപ്പൊടി ഇട്ടു. നമുക്ക് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പിടാം. അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു. ഇനി നമുക്ക് വേണ്ടത് മല്ലിപ്പൊടി, അതും ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. മുളക് പൊടി നമുക്ക് എല്ലാം 1/2 ടീസ്പൂൺ വീതം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനിടയ്ക്ക് നമുക്ക് വെളുത്തുള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, അത് ചതച്ചിട്ട് വരണം. അപ്പം നമുക്കിതൊന്ന് തിരുമ്മി പിടിപ്പിക്കാം. എന്തായാലും ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയുള്ള ചതച്ചു, അതും കൂടി ഇതിനകത്ത് നന്നായിട്ട് നമുക്ക് ഇതൊന്ന് പിടിപ്പിക്കാം. ഇതിലൊക്കെ വരഞ്ഞ് വെച്ചാൽ നല്ലതാണ്. പിന്നെ വരഞ്ഞാൽ കുറച്ചുകൂടെ പിടിക്കും കേട്ടോ, ഉള്ളിലോട്ട് പിടിക്കും. ഇതിങ്ങനെ ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് വേറെ കുറച്ച് പണി ചെയ്യാനുണ്ട്, അത് ചെയ്യാം. ഇത് ഒരു 5 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു ചട്ടിയിലോട്ടിടുകയാണ്. ചട്ടിയോ നിങ്ങളുടെ ഇഷ്ടമുള്ള സാധനത്തിലിടാം. നമുക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം, എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. വെച്ചിരിക്കുകയാണ്, മൂടി വയ്ക്കാം. വെച്ചിരിക്കുകയാണ്. അതിനിടയ്ക്ക് ആ ഡേറ്റ്സ് ഞാൻ കാണിച്ചിരുന്നല്ലോ, ആ ഡേറ്റ്സ് എല്ലാം നന്നായിട്ട് നുറുക്കിയിട്ടിട്ടുണ്ട്. നുറുക്കിച്ചാൽ അതിൻ്റെ കുരു കളഞ്ഞിട്ട് അതിലേക്ക് എടുത്തു വെച്ച ഒരു 2 പച്ചമുളക് തൽക്കാലം ഇടുകയാണ്. എന്നിട്ട് ഇതിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. നമുക്ക് ആ ഡേറ്റ്സും പച്ചമുളകും ഇട്ടിട്ടുണ്ടല്ലോ, അതിലേക്ക് ഒരു ഇച്ചിരി വെള്ളം, ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. കണ്ടോ, ഇത് അരച്ച് വെച്ചു. ഡേറ്റ്സും പച്ചമുളകും കൂടെ അതിലോട്ട് നമ്മൾ എടുത്തു വെച്ച 2 എടുത്ത് വെച്ചിരുന്നല്ലോ ടൊമാറ്റോ, അതും കൂടെ ഇതിലോട്ട് ഇട്ട് അതും കൂടെ ഒന്നും കൂടെ അരയ്ക്കുകയാണ്. ഇങ്ങോട്ട് അരയ്ക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് മസാല ചേർത്തുണ്ട്. ഇനി അതിലോട്ട് അരച്ചുകൊണ്ട് വന്നില്ലേ, ആ അരച്ചുകൊണ്ട് വന്നത് ഇതോട്ട് ചേർക്കണം. ഇതൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് പരട്ടി വയ്ക്കാം. നല്ല മധുരവും എരിവും ഒക്കെ ഉള്ള ചിക്കനാണ്. അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്, ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഒഴിക്കാം. സവാള അരിഞ്ഞത് വേണം. ഒരു സവാള നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് വഴറ്റണം. കഴിച്ചപ്പോൾ മധുരം ഇച്ചിരി മുന്നിൽ നിൽക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി ഇടുകയാണ്. മധുരം വേണമെന്നുള്ളവർക്ക് കഴിക്കും. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് നന്നായിട്ട് കഴിക്കും. വലിയവർക്ക് ചിലപ്പോൾ ഇച്ചിരി മധുരം കൂടിപ്പോയോ എന്ന് വിചാരിച്ചാൽ നമുക്ക് മുളക് പൊടി ഇടും. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി ഇട്ട് എരിവാക്കാം. എരിവും മധുരം എല്ലാം കൂടെ ഉള്ള രസമാണ്. ഇത് ബ്രെഡിൻ്റെ കൂടെ, നാനിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ ഒക്കെ നല്ലതാണ്. ചപ്പാത്തി, ബിരിയാണി ഒക്കെ നല്ലതാണ്. ഞാനിപ്പോൾ എൻ്റെ മകന് വേണ്ടിയാണ് ഉണ്ടാക്കണം. അവന് ബിരിയാണിയുടെ കൂടെ കഴിക്കാനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവന് ഇഷ്ടമാണ് ഇങ്ങനത്തെയൊക്കെ. കണ്ടോ, ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ,
മല്ലിയിലയും കൂടെ വിതറാം. മല്ലിയില ഇഷ്ടമുള്ളവർക്കാണ്. ചിലർക്ക് ഇതിൻ്റെ മണമൊന്നും ഇഷ്ടപ്പെടില്ല. ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വേവിക്കാം അല്ലേ. ഓക്കെ, ആയിട്ടുണ്ട്. ഞാനിത് ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്യണതിന് തൊട്ട് മുൻപേ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുവാണ് ഒരാൾക്ക് കേട്ടോ. ഇത് അരപ്പ് നോക്കിയാൽ മതിയല്ലോ ടേസ്റ്റിന്. നോക്കണേ ഇത്. എങ്ങനെയുണ്ട്? എക്സ്ട്രാ ഓർഡിനറി ടേസ്റ്റ്. ആയി, വെരി ഗുഡ്, താങ്ക് യു. ഇത് ഓഫ് ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ചിക്കൻ. എന്നെ കാണിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഡേറ്റ്സ് ഫ്രൈഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത്. ഇത് എൻ്റെ സ്വന്തം ക്രിയേറ്റിവിറ്റിയാണ് എന്നാണ് എൻ്റെ വിചാരം. എനിക്ക് പെട്ടെന്ന് തോന്നിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇവിടെ കഴിച്ചിട്ട് നല്ലതാണെന്ന് പറഞ്ഞു, അതാണ് ധൈര്യമായിട്ട് ഇടുന്നത്. എല്ലാവർക്കും പുതുവത്സരാശംസകൾ. നമ്മുടെ നല്ല ഈന്തപ്പഴം കൊണ്ടുള്ള ഈ ചിക്കൻ, അതായത് ഡേറ്റ് ഫ്രൈഡ് ചിക്കൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. സ്വന്തം ആണ് എൻ്റെ.